നമ പാർവതി പതയേ ഹര ഹര മഹാദേവ്. നമസ്കാരം. ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും. അതെ, മഹാശിവരാത്രിയെ കുറിച്ച് തന്നെ. കുഞ്ഞുനാൾ തൊട്ട് എല്ലാവരും കേട്ടു വരുന്നതാണ് ശിവരാത്രി. 1000 ഏകാദശി അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതെന്ന് കുഞ്ഞുനാൾ മുതൽ ഈ മുതിർന്നവരൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. മറ്റു വ്രതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശിവരാത്രിക്ക് എല്ലാവർക്കും എടുക്കാനൊരു ബുദ്ധിമുട്ട് കാണും. കാരണം ഉറക്കം ഒഴിയണം എന്നുള്ളത്. തിരുവാതിരയ്ക്കൊക്കെ ഉറക്കം ഒഴിയുന്നുണ്ട്, അത് ലേഡീസാണ് ചെയ്യുന്നത്. പക്ഷെ ശിവരാത്രി വ്രതത്തിന് ഉറക്കം ഇളച്ചാണ് വ്രതം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ശിവരാത്രി എന്താണ് എന്ന് നോക്കാം. ദേവാദിദേവനായ മഹാദേവന്റെ പുണ്യദിനം. മഹാദേവന്റെ പുണ്യദിനമാണ് ശിവരാത്രി, മഹാശിവരാത്രി എന്ന് പറയുന്നത്. എല്ലാ മാസവും ശിവരാത്രി ഉണ്ട്. പക്ഷേ ഈ മാഘമാസം അല്ലെങ്കിൽ കുംഭമാസത്തിൽ വരുന്ന ശിവരാത്രിക്കാണ് നമ്മൾ മഹാശിവരാത്രി എന്ന് പറയുന്നു. മഹാശിവരാത്രി എന്ന് പറഞ്ഞാൽ 1000 ഏകാദശി വ്രതം എടുക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ശിവരാത്രി വ്രതം അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആഘോഷിച്ചു പോരുന്നുണ്ട്. അപ്പം ഈ കുംഭമാസത്തിലെ അല്ലെ മാഘമാസത്തിലെ ഈ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യമാണ്. എല്ലാ മാസവും പ്രദോഷവും ഏകാദശി എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ശിവരാത്രിയും ഉണ്ട്, നവമിയുണ്ട്. പക്ഷെ ഈ മാഘമാസത്തിലെ അല്ലെ കുംഭമാസത്തിലെ ശിവരാത്രിക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. ഇപ്പൊ കുംഭമാസത്താണ് കുംഭമേള നടക്കുന്നത്. അപ്പൊ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. പാലാഴി മതനം നടന്നെന്നും അമൃത് കളഞ്ഞെന്നും ആ അമൃതത്തെ ആയി ബന്ധപ്പെട്ടാണ് കുംഭമേളയുടെ ഒരു കഥ നമുക്ക് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മഹാശിവരാത്രിയെ പറ്റിയും അതുപോലെ ഒരു കഥയുണ്ട്. പാലാഴി മതന സമയത്ത് മന്ദരപർവ്വതത്തെ മത്താക്കി വാസുകി എന്ന സർപ്പരാജാവിനെ കയറാക്കിയും പാലാഴി മദനം നടത്തിയെന്നും ദേവന്മാരും അസുരന്മാരും കൂടി ആ സമയത്ത് ധാരാളം വസ്തുക്കൾ പൊന്തി വന്നു. അതിലുള്ളതാണ് ലക്ഷ്മി ദേവി, കാളകൂട വിഷം, അമൃത്, ഇതെല്ലാം കൽപ്പവൃക്ഷം, കാമധേനു, ഇവയെല്ലാം ആ സമയത്ത് പൊങ്ങി വന്നതാണ്. ആ പാലാഴി മദന സമയത്ത് ആ സമയത്ത് ലഭിച്ച കാളകൂട വിഷം, അതായത് ഹാലാഹല വിഷം. ഈ കാളകൂട വിഷം ദേവാദിദേവനായ മഹാദേവൻ ലോകത്തിന്റെ നന്മയ്ക്കായി, ലോകം നശിപ്പിക്കാനുള്ള ഉഗ്രശേഷിയുള്ള വിഷമായിരുന്നു. അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മഹാദേവൻ ഈ വിഷം പാനം ചെയ്തത്. ഈ കാളകൂട വിഷം ഭഗവാന്റെ കഴുത്തിൽ ഇരുന്ന് ആണ് ഭഗവാന് നീലകണ്ഠൻ എന്ന നാമം ലഭിച്ചതെന്നും ഒക്കെ അറിയാം. ആ ദിവസമാണ് പാർവതി ദേവി ഉറക്കളച്ച് ഇത് അങ്ങനെ പിടിച്ചു നിർത്തിയെന്നും എന്നൊക്കെ ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളും മറ്റ് പുരുഷന്മാരും എല്ലാവരും ഈ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ശിവരാത്രി വ്രതം എടുക്കണമെന്ന് പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കാത്ത വിധം നമ്മളെ എപ്പോഴും കാത്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ വേണ്ടി നമ്മൾ ഒരു ദിവസം ഉറക്കളച്ച് അല്ലെ ഭക്ഷണവും എല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ഭഗവാന്റെ ഒരു സന്തോഷത്തിനായി ഇരിക്കുക എന്നാണ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നത്. മറ്റൊരു കഥ എന്താണെന്ന് വെച്ചാൽ, പ്രളയത്തിന് ശേഷം ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി ഒരു തർക്കം നടക്കുകയാണ്. അത് ആരാണ് കേമൻ എന്നത്. ബ്രഹ്മാവ് പറഞ്ഞു ഞാനാണ്, വിഷ്ണു പറഞ്ഞു ഞാനാണ്. ആ സമയത്ത് ഒരു അഗ്നി സ്തംഭം ഉയർന്നു വരികയും എന്നാൽ ഇവരമ്മ ഒരു ഇതിലെത്തി. ഓക്കെ, ഈ സ്തംഭത്തിന്റെ അറ്റം ആര് കണ്ടുപിടിക്കുന്നോ അവരാണ് കേമൻ എന്നുള്ള രീതിയിൽ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ നമ്മുടെ ബ്രഹ്മാവ് അരയന്നത്തിന്റെ
ഇതിന് മുകളിൽ കയറി അതിന്റെ മുകളിലേക്ക് പോവുകയും ഈ അഗ്നിസ്തംഭത്തിന്റെ മുകളിലേക്ക് പോവുകയും എന്നാൽ മഹാവിഷ്ണു വരാഹമൂർത്തി ഒരു പന്നിയുടെ രൂപത്തിൽ അതിന്റെ താഴ്വശത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷെ മഹാവിഷ്ണുവിന് മനസ്സിലായി ഇതിന്റെ അറ്റം കണ്ടെത്തുക വളരെ കഠിനമാണ് എന്ന് തോൽവി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ബ്രഹ്മാവ് എന്ത് ചെയ്തെന്നറിയോ? ബ്രഹ്മാവ് അപ്പോൾ ആ അരേണത്തിന്റെ രൂപത്തിൽ മുകളിലേക്ക് പോയ സമയത്ത് ഒരു താഴമ്പൂവിനെ കാണുകയും അല്ലെ കൈതപ്പൂവിനെ കാണുകയും ഞാൻ ഇതിന്റെ മുകൾ ഭാഗം അറ്റം കണ്ടു എന്ന് നീ സാക്ഷി പറയണമെന്ന് അല്ലെ കള്ളം പറയണമെന്ന് ബ്രഹ്മദേവൻ ഉപദേശിച്ചു. ഈ സമയത്ത് ദേവാദിദേവനായ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു തല നുള്ളിയെടുത്തതും കൈതപ്പൂവിനെ അന്ന് തൊട്ടാണ് പൂജിക്കാത്തതും എന്നൊക്കെ ഒരു കഥകൾ ഉണ്ട്. ഇതിനുശേഷം ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും ചേർന്ന് മഹാദേവനെ സ്തുതിക്കുകയും അങ്ങനെ ഈ അഗ്നിസ്തംഭം ഒരു ശിവലിംഗ രൂപത്തിൽ ആയെന്നും ഒരു കഥയുണ്ട്. ആ ശിവലിംഗം ആദ്യം പ്രത്യക്ഷപ്പെട്ട ആ അഗ്നിലിംഗമാണ് തിരുവണ്ണാമലയിൽ ഉള്ളതെന്നും പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ശിവരാത്രിയുടെ വ്രതം എങ്ങനെ എടുക്കാം അല്ലെ, ശിവരാത്രിക്ക് നമുക്ക് എങ്ങനെ ആ ഒരു ദിവസം ചെലവഴിക്കാം എന്ന് പറഞ്ഞാൽ, ശിവരാത്രി ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലത്. എണീറ്റ് കുളിച്ച് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് ഭസ്മം ധരിക്കണം. വളരെ പ്രാധാന്യമുള്ളതാണ്. മഹാദേവന്റെ എല്ലാ വ്രതത്തിനും തന്നെ ഭസ്മം ധരിക്കുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. മഹാദേവൻ ഭസ്മഭൂഷിതനാണല്ലോ, അതുകൊണ്ട് ഭസ്മം ധരിക്കുക. രുദ്രാക്ഷമാല ധരിക്കുക. മാലയില്ലാത്തവർക്ക് ഒരു രുദ്രാക്ഷമെങ്കിലും ഒരു ചരടിലോ ഒന്നും വേണ്ട, അല്ലെ കയ്യിൽ പിടിച്ചിരുന്ന് നമഃശിവായ ജപിക്കാം അല്ലെ, നമഃശിവായ ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോവുക, അതേപോലെ ശിവാഷ്ടോത്തരം ജപിക്കുക, ശിവപുരാണം പാരായണം ചെയ്യുക. ഒരു രുദ്രാക്ഷമെങ്കിലും കയ്യിൽ ധരിച്ചുകൊണ്ട് മഹാദേവനെ നാമങ്ങൾ ഉരുവിടുക. അത് തന്നെ ഏറ്റവും വലിയൊരു പുണ്യമാണ്. പിന്നെ ശിവക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നത്ര ആളുകളും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇപ്പൊ ശിവക്ഷേത്രം അടുത്തില്ലെങ്കിൽ മറ്റേത് ക്ഷേത്രത്തിൽ പോവുക. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടാണെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. അതേപോലെ ശിവാഷ്ടോത്തരം ജപിക്കാം. നമ്മളുടെ ശിവപുരാണം വായിക്കാം. അങ്ങനെ ആ മഹാശിവരാത്രി അങ്ങനെ ശിവഭജനത്തിലൂടെ ചൂട്ടാം. അതേപോലെ ഇപ്പം ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, വിദേശത്തും മറ്റുള്ളവർക്കാണെങ്കിൽ നമ്മളുടെ നിലവിളക്കുണ്ടല്ലോ എല്ലാവരുടെയും വീട്ടില്, നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൽ പോയി നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളും എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ജപിക്കാം. കാരണം നിലവിളക്കിന്റെ മുകൾ ഭാഗം ശിവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യാം. ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രസാദിക്കുന്നത് കൂവളത്തില കൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോഴാണ്. ഒരു കൂവളത്തില ആയത് മതി നമ്മൾ കൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഭഗവാന് സമർപ്പിക്കുക. ഒരു കഥയുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഒരു മനുഷ്യൻ ഒരു രാത്രി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഒരു മരത്തിൽ കയറിയിരിക്കുകയും ഉറക്കം വരാതിരിക്കാൻ അദ്ദേഹം ഓരോ ഇല പിച്ചി താഴോട്ടിട്ടു ഉറക്കം വരാതിരിക്കാൻ. പക്ഷെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് മോക്ഷം ലഭിച്ചു. അപ്പൊ ഇദ്ദേഹം അത്ര നല്ല വ്യക്തിയൊന്നും അല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ദേവനോട് ചോദിച്ചെന്നാ പറയുന്നത്, എന്താണ് എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടിയെന്നോ ചോദിച്ചപ്പോ പറഞ്ഞു, നീ ഒരു മരത്തിൽ അന്ന് കയറി, അത് കൂവള വൃക്ഷമായിരുന്നു. നീ അതിലിരുന്നോണ്ട്, അത് ശിവരാത്രി നാളിലായിരുന്നു, അത് കൂവള വൃക്ഷമായിരുന്നു. നീ പിച്ചിയിട്ട കൂവളത്തില താഴെ ചെന്ന് വീണത് അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു, അതിലേക്കാണ് ആ ഇല ചെന്ന് പതിച്ചത്. തന്നെയുമല്ല, നീ കുടിക്കാൻ ഒരു കുടത്തിൽ വെള്ളം കൊണ്ടുവന്നു, അതിനൊരു സുഷിരം ഉണ്ടായിരുന്നു. ആ കുടത്തിനൊരു സുഷിരം ഉണ്ടായിരുന്നു. ആ സുഷിരത്തിൽ കൂടി വീണ വെള്ളം ആ ശിവലിംഗത്തിൽ ഇങ്ങനെ ധാരയായി അഭിഷേകം ചെയ്തെന്നും അങ്ങനെയാണ് നിനക്ക് പുണ്യം കിട്ടിയതെന്നും ഒരു കഥയുണ്ട്. അപ്പൊ ഈ കഥകളൊക്കെ നമ്മളെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി പണ്ട് ഉള്ള നമ്മുടെ പൂർവികര് പറഞ്ഞു തന്നതാണ്. അതിന്റെയൊക്കെ നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് ഈ ആചാരങ്ങൾ എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകണം. പിന്നെ ശിവരാത്രി ദിവസം തലേന്ന് വ്രതം എടുക്കുന്നു. അന്ന് പിന്നെ പിറ്റേന്ന് രാവിലെയും ക്ഷേത്ര ദർശനം നടത്തുക. വൈകിട്ട് സന്ധ്യയോടുകൂടി ഈ വ്രതം അവസാനിപ്പിക്കുന്നത് വളരെ മഹത്തരമാണ്. ചിലര് ശിവരാത്രിയുടെ പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ ഈ വ്രതം അവസാനിപ്പിക്കാറും ഉണ്ട്.
അതേപോലെ തന്നെ ശിവ പാർവതി സങ്കല്പമാണ് ഏറ്റവും മഹനീയമായ ഒരു സങ്കല്പമാണ്. ശിവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ മഹാദേവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആണ് നമ്മുടെ ആത്മാവ്. പാർവതി ദേവിയാണ് ഈ നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വ്രതം എടുക്കുമ്പോൾ നമ്മൾ അതികഠിന, ഇപ്പം എല്ലാവരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് വ്രതങ്ങളൊക്കെ നോക്കേണ്ടത്. ഇപ്പം അരിയാഹാരം കഴിക്കേണ്ട, അതേപോലെ ആഹാരം ഒന്നും കഴിക്കാതെ വെള്ളം ഒന്നും കുടിക്കാതെ വ്രതം എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പോഴത്തെ വ്യക്തികളുടെ ആളുകളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ശരീരത്തെ ക്ലേശിപ്പിക്കുന്നത്, അതായത് ദേവിയെ ക്ലേശിപ്പിക്കുന്ന രീതിയിലുള്ള വ്രതങ്ങൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉപവസിച്ച് വ്രതമൊക്കെ എടുക്കാന്ന് വെച്ചാൽ നമ്മളെ ഭഗവാന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്, ഭഗവത് സാന്നിധ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് ഈ ആഹാരം ക്രമീകരിക്കുന്നത്, ഈ എന്താ പറയാ, വെജിറ്റേറിയൻ ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ശരീരത്തിന്റെ ശുദ്ധിയാണ്. അപ്പൊ നമ്മുടെ ചിന്തകളും അതേപോലെ വരും, നമ്മുടെ വാക്കുകളും അതേപോലെ വരും. വ്രതം എന്ന് പറയുമ്പോൾ ആ ചിന്ത, വാക്ക് എന്നെല്ലാം ഒരു ശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ശിവരാത്രി എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉണർന്നിരിക്കുക, അല്ലെ നിവർന്നിരിക്കണം എന്നാണ് പറയുന്നത് ശിവരാത്രിക്ക്. പണ്ട് കാലത്ത് നമ്മളുടെ പൂർവികരൊക്കെ പറഞ്ഞു ശിവരാത്രിക്ക് ഉറക്കളക്കണമെന്ന് പറയുമായിരുന്നു. ഉറക്കം നിന്ന് വേണം ശിവരാത്രി വ്രതം എടുക്കാനെന്ന് പറയും. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ എനർജിയുടെ ഒരു വെർട്ടിക്കൽ ഫ്ലോ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങുവാണെങ്കിൽ നമുക്ക് തന്നെ അത് ദോഷകരമായി വരും. അതുകൊണ്ടാണ് ശിവരാത്രി നാളിൽ നമ്മൾ രാത്രിയിൽ നിവർന്നിരുന്ന് ഉറക്കം വരരുത്. ഉറങ്ങുമല്ല, നമ്മൾ ഇരുന്നുറങ്ങുമ്പോൾ അധികം ഇല്ലല്ലോ, നമ്മളെല്ലാവരും കിടന്നാണ് ഉറങ്ങുക. അപ്പൊ അതുകൊണ്ടാണ് നിവർന്ന് നേരെ ഇരുന്ന് നട്ടില് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വേണം ശിവരാത്രിക്ക് ഇരിക്കാനെന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് പണ്ട് കാലത്ത് എല്ലാവരും അങ്ങനെ ഇരിക്കാൻ ഓരോ മാർഗങ്ങളായതും ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടുകയും നാമം ജപിക്കുകയും ഭജന പാടുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നേരെ ഇരിക്കുക, ശിവരാത്രി നേരെ ഇരുന്ന് നാമം ജപിക്കുക, കിടക്കാൻ പാടില്ല. അതാണ് ഉറക്കം പാടില്ല എന്ന് പറയുന്നത്. നിവർന്നിരിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മാത്രമേ അതിനുള്ള ഒരു ഇതുള്ളൂ, മൃഗങ്ങൾക്കൊന്നുമില്ല. അപ്പൊ മനുഷ്യർ എത്ര മഹനീയമാണ്. ഈ ശിവരാത്രിയൊക്കെ എടുക്കാൻ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അതിൻ്റെ ഭക്തിഭാവവും അതിൻ്റെ ആ ശാസ്ത്രീയ വശവും കൂടെ ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് ഓരോ വ്രതവും ഓരോ ആഘോഷവും നമുക്കത് അത് ഉൾക്കൊണ്ട് എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്ന് നമുക്ക് മനസ്സിലാവും. ശാസ്ത്രീയ വശവും കൂടെ അറിയാവുന്നവരെ അത് പറഞ്ഞു കൊടുക്കുക. അതോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ യങ് ജനറേഷനും ഈ വ്രതങ്ങളും നമ്മുടെ ഓരോ ആചാരങ്ങളും ആഘോഷങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അവർക്ക് വരും. ഇപ്പൊ ലോകം മുഴുവനും ഈ ശിവരാത്രി എന്ന് പറയുമ്പോൾ എവിടെയെല്ലാം ഭാരതീയരുണ്ടോ അവിടെയെല്ലാം ശിവരാത്രി ആഘോഷിക്കും. ഇപ്പൊ ഓണമൊക്കെ ആണെങ്കിൽ നമ്മൾ കേരളത്തിലെ ഒരു ഉത്സവം മാത്രമാണ്. പക്ഷെ ശിവരാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതത്തിലെ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും ആഘോഷിക്കുന്നു. അതുപോലെ ലോകത്ത് ഭാരതീയർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നു. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ശിവാലയ ഓട്ടം എന്നുണ്ട്. എന്ന് വെച്ചാൽ ശിവാലയ അമ്പലങ്ങൾ, ശിവക്ഷേത്രങ്ങളിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ ഓടിയെത്തുക. അതായത് രാത്രിയിൽ അവരത് ഉറക്കം നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ശിവരാത്രി ദിവസം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ നമഃശിവായ ജപിക്കാവുന്നതാണ്. ശിവാഷ്ടോത്തരം, ശിവപുരാണം പാരായണം ചെയ്യാവുന്നതാണ്. പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഭജനയുണ്ട്. അപ്പൊ നമ്മൾ ഉറങ്ങത്തില്ല, ഭജന പാടി ഇങ്ങനെ ഇരിക്കുമ്പോഴും ഉറങ്ങത്തില്ല. അങ്ങനെ വളരെ നല്ല രീതിയിൽ എല്ലാവരും നമ്മുടെ മഹാശിവരാത്രി ആചരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറക്കളയ്ക്കാൻ പറ്റാത്ത ഒരു 12:30-12:45 വരെ ഇരിക്കുക, അത്രയും മതി. നമഃശിവായ ജപിക്കുക. നമ്മുടെ നവരാത്രിക്ക് 9 ദിവസത്തെ ദേവി പൂജ അതായിരുന്നു ഒരു സ്റ്റാർട്ടിങ്. ആ നവരാത്രിക്ക് തുടങ്ങി ഇപ്പൊ ശിവരാത്രിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെ ദീപാവലി ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് നവരാത്രി കഴിഞ്ഞു, ദീപാവലി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആഘോഷങ്ങളും കടന്ന് നമ്മൾ ശിവരാത്രിയിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. അതേപോലെ ശിവരാത്രി നമ്മളിപ്പോ വ്രതം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നവർക്ക് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പാർവതി ദേവിയും ആത്മാവാണ് ഭഗവാൻ. നമ്മുടെ ശിവരാത്രി വ്രതം എടുക്കുന്നത് കഠിനമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ മെഡിസിനൊക്കെ കഴിക്കുന്നവര്
അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ എടുക്കുക. നമ്മുടെ ശരീരം ദേവിയായിട്ടും ആത്മാവ് ഭഗവാനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ രീതിയിൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളവർ വെള്ളം കുടിക്കുക. അതേപോലെ ഭക്ഷണം ഇപ്പൊ 3 നേരം കഴിക്കുന്നവർ ഒരു നേരത്തേക്ക് ഉപേക്ഷിച്ചിട്ട് വ്രതം എടുക്കാം. അങ്ങനെ നമ്മൾ എന്താണോ ഡെയിലി ചെയ്യുന്നത് അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അപ്പൊ മഹാശിവരാത്രിയുടെ ആ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും അത് ആഘോഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തില് കുംഭഭരണിയുമായി ബന്ധപ്പെട്ട് കുത്തിയോട്ട ചടങ്ങ് ശിവരാത്രിയുടെ അന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലോകമംഗളത്തിനായിട്ട് ഭഗവാൻ ആളെ കൂടെ വിഷം പാനം ചെയ്തു. അതുപോലെ നമുക്കും ലോകത്തിന്റെ മംഗളത്തിനായിട്ടും എല്ലാ ഇതിനു വേണ്ടി ശിവരാത്രി വ്രതം എടുക്കാം. അവനവന് കഴിയുന്ന രീതിയിൽ, ഒന്നും എടുക്കാതിരിക്കുന്നതിലും ഇതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുക. നമ്മ പാർവതി പതേ ഹര ഹര മഹാദേവ്.